സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സർപ്പക്കാവി ബോധമില്ലാതെ കിടക്കുന്ന വരുണിനെ രാധിക കണ്ടെത്തുവാണ്. വെള്ളമൊക്കെ കൊണ്ടുവന്ന് വരുണിൻ്റെ മുഖത്ത് വെച്ച് രാധിക വരുണിനെ എണീപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയം രാധികയെ കാണുമ്പോൾ വരുണത്തിന് സന്തോഷമാകുവാണ്. ഇന്നലെ എന്നെ രക്ഷിച്ചിട്ട് അമ്പലത്തിൽ കൊണ്ടുവന്നാക്കി ഞാനൊന്ന് വാങ്ങിയപ്പോഴേക്കും എൻ്റെ മുമ്പിൽ നിന്ന് പോയി കളഞ്ഞല്ലേ എന്നൊക്കെ രാധികയോട് വരുൺ പറയുക. അതൊക്കെ കേട്ടിട്ട് രാധികക്കൊന്നും മനസ്സിലാകാതെ നിൽക്കുവാണ് കേട്ടോ. ഞാനിപ്പോഴാണ് വന്നതെന്നും വരുൺ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവില്ലെന്നും രാധിക പറയുവാണ്. ഈ സമയം വരുൺ അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തെടുത്ത് രാധികയോട് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് രാധിക വരുണിനോട് പറയണേ, വരുൺ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. വരുണിനെ കാണാതെ വീട്ടിലെല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക. അന്നേരം വരുൺ പറയണേ, ഞാൻ അങ്ങനെയൊന്നും പോവില്ല. താൻ മറ്റൊരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ശരിക്കും എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് താൻ പറഞ്ഞൊരു കള്ളമല്ലേ. എനിക്കതിൻ്റെ സത്യാവസ്ഥ അറിയണം. അത് താൻ പറയണം, അല്ലാതെ ഞാൻ ഇവിടുന്ന് ഒരിടത്തേക്കും പോയില്ല. അന്നേരം രാധിക പറയണേ, വരുൺ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വരുണിൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. അത് കേൾക്കുന്നതും വരുൺ അങ്ങ് ഷോക്കാകുക. താൻ എന്താ പറഞ്ഞത്? സത്യവും ഞാൻ പറഞ്ഞത്. വരുണിൻ്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. വരുണിൻ്റെ അമ്മയെ ഞാൻ കണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് വരുൺ ഹോസ്പിറ്റലിലെത്തണം. അച്ഛന് വരുണിനെ കണ്ടാലേ പൂർണ്ണമായിട്ടും സുഖപ്പെടുകയുള്ളൂ. വരുൺ അതുകൊണ്ട് സമയം കളയാതെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലേ. പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലേക്ക് രാധിക കൊടുത്തുവിട്ട പ്രസവവുമായിട്ട് ഓടിയെത്തുന്ന വരുണിനെ ആയിരിക്കും കേട്ടോ. അങ്ങനെ വരുണിനെ കാണുന്നതും അമ്മക്കും ബിജുവിനും ഒക്കെ ഒത്തിരി സന്തോഷമാണ്. മോനെ വരുണെ, നീ എത്തിയോ? എവിടെയായിരുന്നടാ? അമ്മയെ നീ തീറ്റിച്ച് കളഞ്ഞല്ലോ. എന്നെ മാത്രമല്ല മുത്തശ്ശിയും എല്ലാവരും അവിടെ നിന്നെ കാണാതെ ടെൻഷനായിട്ടിരിക്കുക. അന്നേരം വരുൺ ചോദിക്കണേ, അമ്മേ അച്ഛൻ എന്താ പറ്റിയത്? അച്ഛന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു. ഇന്നലെ രാത്രി. മോനകത്തേക്ക് ചെല്ല്, നിന്നെ കാണണമെന്ന് പറഞ്ഞ് അച്ഛൻ കുറേ നേരം അന്വേഷിക്കുന്നു. അങ്ങനെ വരുൺ ICUവിൽ അച്ഛൻ്റെ അരികിലേക്ക് ചെല്ലുവാണ് കേട്ടോ. അങ്ങനെ വരുണിനെ കാണുന്നതും പരമേശ്വരനും ഒത്തിരി സന്തോഷമാകുവാണ്. അപ്പോൾ ഇതാണ് ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്